ചാപ്റ്റർ 3 ആണ് എടുക്കാൻ പോകുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മളെ പുതിയ ചാപ്റ്റർ. ഇതിലെന്താ പറയണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എസ് എന്ന് പറഞ്ഞൊരു സാമ്പിൾ സ്പേസും എ എന്ന് പറഞ്ഞൊരു ഇവന്റും. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ആണ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എന്തായിരുന്നു? എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ എ എന്ന് പറയുന്നത് അതിലൊരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് ആണ് വരിക. അതിന്റെ പ്രോബബിലിറ്റി ആണ് ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എസ്. ഇങ്ങനെ എഴുതിയാൽ വായിക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എസ്. ഇപ്പൊ ഒന്ന് എഴുതണ്ട കേട്ടോ, ഞാൻ നോട്ട് എഴുതാൻ പറയുമ്പോൾ പറയാം. ഇപ്പൊ എഴുതണ്ട, ഞാൻ നോട്ട് എഴുതാൻ പറയുമ്പോൾ ഞാൻ പറയണ്ടേ, അപ്പൊ എഴുതിയാൽ മതി. ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതി വെക്കുക. അപ്പോ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എസ് അങ്ങനെ എഴുതാം. അപ്പൊ അത് നമ്മൾ ജനറലൈസ് നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതാറില്ല, നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് മാത്രമേ എഴുതാറുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന് പകരമായിട്ട് ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ആ ഇവന്റ് കാണണം. പ്രോബബിലിറ്റി ഓഫ്, ഇതൊന്നും ഇപ്പൊ എഴുതണ്ട, പ്രോബബിലിറ്റി ഓഫ്, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയണം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ ഗിവൺ another event B has already occurred. Another event B has already occurred. അപ്പൊ നമുക്കൊരു ബി എന്ന് പറഞ്ഞൊരു ഇവന്റ് നടന്നിട്ടുണ്ട്, എന്നിട്ട് എന്റെ പ്രോബബിലിറ്റി കാണാൻ പറയും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ബി എന്ന് പറയുന്നത് മൊത്തം എസ് ആവണം എന്നില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ എയും എസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ബി എന്ന് പറഞ്ഞ ഇവന്റ് മൊത്തം എസ് ആവണം എന്നില്ല, എസിന്റെ വേറൊരു സബ്സെറ്റ്. ആ ഇവന്റ് നടക്കും ചെയ്തിട്ടുണ്ട്, എന്നിട്ട് എന്റെ പ്രോബബിലിറ്റി കാണാൻ പറയാം. എ എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണാൻ പറയാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുക. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക പി ഓഫ് എ ഗിവൺ. അതായത് എ എന്ന് പറയുന്നതിന്റെ പ്രോബബിലിറ്റി കാണണം, ബി ഈസ് ദ ഇവന്റ് ബി ഈസ് ഓൾറെഡി ഒക്കേർഡ്. അപ്പൊ അങ്ങനെ നമ്മൾ പറയാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ്. സിമിലർലി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയാം. അതായത് ബി എന്ന് പറഞ്ഞ ഇവന്റിന്റെ പ്രോബബിലിറ്റി കാണണം, ഗിവൺ ദാറ്റ് എ ഈസ് ഓൾറെഡി ഒക്കേർഡ്. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് എന്ത് പറയുക, കണ്ടീഷൻ പ്രോബബിലിറ്റി വരിക. അതായത് ഒരു കണ്ടീഷനും കൂടി ഉണ്ടാവും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ നമ്മൾ എ എന്ന് പറഞ്ഞ ഇവന്റും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ആ രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്താ പറയാ, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇതൊന്നും ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ്, ഞാൻ ഫോട്ടോ അയച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. സപ്പോസ് എ പോപ്പുലേഷൻ ഓഫ് n people ഉണ്ട്, ആ പോപ്പുലേഷനിൽ n people ഉണ്ട്, contains n1 graduates, n1 number of graduates ഉണ്ട്, n2 males ഉണ്ട്, n2 males. അപ്പോൾ n pupils ഉണ്ട്, അതിൽ n1 graduatesഉം n2 males ഉണ്ട്. അപ്പോൾ ലെറ്റ് നമ്മൾ ഇവന്റ് ഡിഫൈൻ എന്തായിപ്പോയി, let A be the event that a person chosen at random is a graduate. അപ്പൊ എ എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ്, എ പേഴ്സൺ chosen at random is a graduate. അപ്പൊ ബി എന്ന് പറഞ്ഞ ഇവന്റ് എന്താണ് ഇരിക്കും, ബി ബി ദ ഇവന്റ് ദാറ്റ് a person chosen at random is a male. അപ്പോൾ ഒരു പേഴ്സൺ, നമ്മളിപ്പോ നമ്മുടെ അടുത്ത് എത്ര ആൾക്കാരുണ്ട്, n പീപ്പിൾസ് ഉണ്ട്, അതിൽ n1 ഗ്രാജുവേറ്റ്സും n2 മെയിൽസും ഉണ്ട്. എ എന്ന് പറഞ്ഞ ഇവന്റ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത്, പേഴ്സൺ ചൂസ് ആയിട്ട് റാൻഡം ഇസ് എ ഗ്രാജുവേറ്റ്. ഒരാള് നമ്മൾ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുന്ന ആള് ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് എ എന്ന് പറയുന്നത്. ബി ദ ഇവന്റ് ദാറ്റ് എ പേഴ്സൺ ചോസൺ അറ്റ് റാൻഡം ഇസ് എ മെയിൽ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്തായിരിക്കും,
എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്സിന്റെ ടോട്ടൽ നമ്പർ എന്താണ് N1 ആണ്. ഗ്രാജുവേറ്റ്സിന്റെ നമ്പർ N1, ടോട്ടൽ എത്ര പേഴ്സൺസ് ഉണ്ട്? N പീപ്പിൾസ് ഉണ്ട്. പിന്നെ പ്രോബിലിറ്റി ഓഫ് ബി എന്താണ്? മെയിൽസ് എത്ര ഉണ്ട്? N2 ടോട്ടൽ പേഴ്സൺസ് N. അപ്പൊ നമുക്ക് പ്രോബിലിറ്റി ഓഫ് A ഈക്വൽ ടു N1/N കിട്ടും, പ്രോബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു N2/N കിട്ടും. ഇനിയിപ്പോ നമ്മള് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻഡർ പോപ്പുലേഷൻ വി വിൽ ഇൻവെസ്റ്റിഗേറ്റ് ദ മെയിൽ സബ് പോപ്പുലേഷൻ ആൻഡ് റിക്വയർ ദ പ്രോബിലിറ്റി ദാറ്റ്. നമുക്ക് വേണ്ട പ്രോബിലിറ്റി ഇതാണ് വിചാരിക്കുക. എ മെയിൽ പ്രോബിലിറ്റി ഓഫ് നമുക്ക് കിട്ടുന്നത് എ മെയിൽ ചോസൺ അറ്റ് റാൻഡം ഇസ് എ ഗ്രാജുവേറ്റ്. ഇതിന്റെ പ്രോബിലിറ്റി നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. അവിടെ ഇതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി. അതായത് ഒരു മെയിൽ ചൂസ് ചെയ്യാണ് അറ്റ് റാൻഡം ഇസ് എ ഗ്രാജുവേറ്റ്. അതെന്താണ്? ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു മെയിലിനെ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇതിനെ നമ്മൾ എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കും നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് N3 എന്ന് പറയുന്നതാണ് എന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് മെയിൽസ് who are graduates, അതായത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള മെയിൽസിന്റെ എണ്ണമാണ് N3 എന്ന് വിചാരിക്കാം. അവരെന്താണ്? മെയിൽസും ആണ്, ഗ്രാജുവേറ്റ്സ് ആണ്. അതായത് A ഇന്റർസെക്ഷൻ B, A ഉണ്ട്, B ഉണ്ട്. അതായത് ഗ്രാജുവേറ്റ്സും ആണ്, മെയിൽസും ആണ്. അതിന്റെ നമ്പർ ആണ് എത്ര? N3 എന്ന് പറയുന്നത്. അപ്പൊ P of A ഇന്റർസെക്ഷൻ B നമുക്ക് എന്താ കിട്ടുക? N3/N. പക്ഷെ ഇവിടെ നമ്മളോട് N3 A ഇന്റർസെക്ഷൻ B അല്ല കേട്ടോ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു മെയിലിനെ ചൂസ് ചെയ്യാത്ത റാൻഡം ഇസ് എ ഗ്രാജുവേറ്റ്. ഒരു മെയിലിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ മെയിൽ എന്താണ്? ഒരു ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഇവിടെ ശരിക്കും A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാല് മെയിൽസും ഗ്രാജുവേറ്റ്സും ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ രണ്ടും കൂടി ആയിട്ടുള്ള ഒരാളെ അത് നമ്മൾ ഇങ്ങനെ പറയാം. അതായത് എ പേഴ്സൺ ഹു ഈസ് ബോത്ത് ഗ്രാജുവേറ്റ് ആൻഡ് മെയിൽ. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് A ഇന്റർസെക്ഷൻ B എന്ന് വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു മെയിൽ നമ്മൾ ചൂസ് ചെയ്യാണ്, അതൊരു ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി. അത് രണ്ട് കാര്യങ്ങളാണ്. മറ്റേത് നമ്മൾ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ പേഴ്സൺ ഈസ് ചൂസൺ വിച്ച് ഈസ് ബോത്ത് മെയിൽ ആൻഡ് ഗ്രാജുവേറ്റ്, രണ്ടും കൂടി ആവുന്നത്. ഇത് അങ്ങനെയല്ല. ഇതൊരു മെയിലിനെ നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അതൊരു ഗ്രാജുവേറ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അതായത് മെയിൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്, എന്നിട്ട് ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് ഈ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് വരിക. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് P of A ഇന്റർസെക്ഷൻ B എന്ന് കിട്ടിയത് നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടില്ല. അപ്പൊ അതിലിപ്പോ ഇത്ര മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ദെൻ ദ പ്രോബിലിറ്റി. അപ്പൊ ഇതിപ്പോ P of A ഇന്റർസെക്ഷൻ B കിട്ടി. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്? പ്രോബിലിറ്റി that a male chosen at random, അല്ലേ? at random. അപ്പൊ നമുക്ക് അപ്പൊ ഇങ്ങനെ നമ്മൾ മെയിലെ ചൂസ് ചെയ്യാൻ at random എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് പറയാ എന്താ വെച്ചാല് മെയിൽ ചൂസ് at random ഈസ് എ ഗ്രാജുവേറ്റ് ആവും വേണം. മെയിലിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പൊ മെയിലിൽ നിന്നായ ചൂസ് ചെയ്യുന്നത് നമ്മൾ മെയിൽ നിന്നല്ലേ. അപ്പൊ നമ്പർ ഓഫ് മെയിൽസ് എത്ര ഉണ്ടായിരുന്നു? അപ്പൊ ടോട്ടൽ അവിടെ ശരിക്കും നമ്മൾ മെയിലിൽ നിന്ന് എന്താ ഒരു മെയിലിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ നമ്മൾ മെയിലിൽ നിന്നല്ലേ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ പീപ്പിൾസിന്റെ ആവശ്യമില്ല, അപ്പൊ ടോട്ടൽ മെയിൽസിന് ആവശ്യമുള്ളൂ. അപ്പൊ ടോട്ടൽ മെയിൽസ് എത്ര ഉണ്ടായിരുന്നു? N2 ഉണ്ടായിരുന്നു. അപ്പൊ അത് N2 അവിടെ വരും. പിന്നെ നമ്മൾ N3, അതായത് N3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മള് എന്താ ഇന്റർസെക്ഷൻ A ഇന്റർസെക്ഷൻ B, അതായത് ഗ്രാജുവേറ്റും മെയിൽസും ആയിട്ടുള്ള ആൾക്കാർ. അതല്ലേ ഇപ്പൊ നമുക്ക് വേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞത് വ്യത്യാസം കിട്ടും, നിങ്ങൾ മനസ്സിലാക്കണം. A ഇന്റർസെക്ഷൻ B അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മെയിലിനെ ചൂസ് ചെയ്യുക, അത് ഗ്രാജുവേറ്റ് ആവാനുള്ളത്. അപ്പോൾ അത് ശരിക്കും അവിടെ ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. അതായത് മെയിലും ആണ് ഗ്രാജുവേറ്റും ആണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ആള്. പക്ഷെ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അല്ല, ഒരു മെയിലിന് ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. അപ്പൊ അവിടെ മെയിൽസ് എന്ന് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ N2 ആണ് വരിക. പിന്നെ മെയിൽസും ഗ്രാജുവേറ്റും ഉള്ള ആൾക്കാർ എത്ര ഉണ്ട്? അത് നമ്മൾ N3 ആണ് എടുത്തത്. അപ്പൊ ഈ പ്രോബിലിറ്റി വരിക N3/N2 ആണ്. ഞാൻ ഒന്നും കൂടി പറയാം. നേരത്തെ പറഞ്ഞത് വെറും A ഇന്റർസെക്ഷൻ B ആണെങ്കിൽ അവിടെ എന്താണ്? രണ്ടും ആയ ആൾക്കാർ N3, അതിന്റെ പ്രോബിലിറ്റി വരിക N3/N വരും. പക്ഷെ ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ദാറ്റ് എ മെയിൽ ഈസ് ചോസൺ ആണ്. അപ്പൊ മെയിൽ ആണ് എടുക്കുന്നത്. അപ്പൊ ടോട്ടൽ മെയിലിന്റെ എണ്ണാണ് അടിയിൽ വരിക.
പിന്നെ അറ്റ് റാൻഡം ഈസ് എ ഗ്രാജുവേറ്റ്. അപ്പൊ നമ്മൾ മെയിലിനെയാണ് എടുക്കുന്നത്, ഗ്രാജുവേറ്റും ആവണം. അങ്ങനെയുള്ള എത്ര ആൾക്കാരുണ്ട് അതിന്റെ ഇന്റർസെക്ഷൻ അല്ല വരിക. അപ്പൊ N3 വരും. അപ്പൊ N3/N2 ആണ് പ്രോബിലിറ്റി വരിക. പക്ഷെ ഇന്റർസെക്ഷൻ ബിന്റെ പ്രോബിലിറ്റി നമുക്ക് എന്താ കിട്ടിയത്? N3/N ആണ് വന്നിരുന്നത്. അപ്പൊ ഇതും മാറ്റുണ്ട്. ഇത് രണ്ടും ഈക്വൽ അല്ല, ഇത് രണ്ടും മാറ്റുണ്ട്. ഇത് രണ്ടും കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടീഷണൽ പ്രോബിലിറ്റി. അതായത് നമുക്ക് മെയിൽ ആവണം, എന്നിട്ട് അത് ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി. അതിനെയാണ് നമ്മൾ എന്താ പറയാ? കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് നമ്മൾ പി ഓഫ് എ ഗിവൺ ബി, ഇപ്പത്തെ കണ്ടീഷൻ എ ഗിവൺ ബി, അതായത് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ബി വിത്ത് പെർസെന്റേജ് ഇസ് എ മെയിൽ. അപ്പൊ മെയിൽ ആവണം, മെയിൽ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താവണം? എ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആവണം. അങ്ങനെയുള്ളതിന് അതിനെ നമ്മൾ പി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതി. ഇപ്പൊ നമ്മൾ നേരെ തിരിച്ചാണ് പറഞ്ഞു വിചാരിക്കുക, വി ചൂസ് എ ഗ്രാജുവേറ്റ് വിച്ച് ഈസ് എ മെയിൽ ആവാം. ഇപ്പൊ ഒരു ഗ്രാജുവേറ്റ് നമ്മൾ ചൂസ് ചെയ്യണം, അത് മെയിൽ ആവാനുള്ള പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ എഴുതും? പി ഓഫ് ബി ഗിവൺ എന്ന് എഴുതും, തിരിച്ചെഴുതും. ഇത് നമുക്ക് എന്താണ്? ഒരു മെയിലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതൊരു ഗ്രാജുവേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി എന്ന് നമ്മൾ എഴുതും. അപ്പൊ ഇത് നമുക്കിപ്പോ കിട്ടിയത് എന്താ? N3/N2 എന്നാണ് ഇപ്പൊ കിട്ടിയത്. ഈ N3 ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. അതായത് ഇങ്ങനെ എഴുതിക്കൂടെ? N3/N ഡിവൈഡഡ് ബൈ N2/N എഴുതിക്കൂടെ? കാരണം ഈ N പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ N3/N ഡിവൈഡഡ് ബൈ N2/N എഴുതാം. ഈ N3/N എന്തായിരുന്നു? കാരണം ഇത് നമുക്കൊരു ഫോർമുലയിലേക്ക് എത്തിക്കാട്ടോ. N3/N എന്തായിരുന്നു? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരുന്നു അല്ലെ? ഇനി N2/N എന്തായിരുന്നു? പി ഓഫ് ബി ആയിരുന്നു. അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ദിസ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ദസ് the conditional probability of a given b is എന്താ വരിക? നമ്മൾ പി ഓഫ് എ ഗിവൺ ബി ഇങ്ങനെ തന്നെ വായിക്കും ചെയ്യാം, എഴുതും ചെയ്യാം. അത് നമുക്ക് എന്താ കിട്ടിയപ്പോ ഫോർമുല? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ട് വേറൊരു ഇവന്റ് നടക്കും. ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് അത് ഒക്വേർഡ് ആവണം, എന്നിട്ട് ആ അറ്റ് എ ടൈമിൽ ഈ ഇവന്റ് നടക്കാനുള്ള പ്രോബിലിറ്റിനെ നമ്മൾ എന്താ പറയുക? കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുക. അപ്പൊ ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. അപ്പൊ ഡെഫിനിഷൻ മാത്രം എഴുതിട്ടാൽ മതി. ഞാൻ എഴുതാം, അപ്പൊ ഇത് എഴുതിക്കോളൂ കേട്ടോ, നോട്ടായിട്ട് ഡെഫിനിഷൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിന്റെ ടെക്സ്റ്റിന്റെ ഫോട്ടോ അയച്ച് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ നോട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം എഴുതി പോവാം. ടെക്സ്റ്റ് ഇങ്ങോട്ട് വായിച്ചു നോക്കുക എന്താണ് പറഞ്ഞത്. അപ്പൊ എഴുതിക്കോളൂ, ലെറ്റ് എ ആൻഡ് ബി. ഇതിന്റെ ഒപ്പം എത്താത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു ഈവൻസ്. The probability of the event A given that the B ഇതുവരെ ഒന്നുകൂടി വായിക്കാൻ, അതിനെ പിന്നീട് വായിക്കാം, ഫുൾ ചെയ്തിട്ട്. The event B has already occurred or തന്നെയാണ് നമ്മൾ എന്ത് പറയാ? or the conditional probability of a given B denoted by P of a given B is defined as ഇതുവരെ ഞാൻ ഒന്ന് വായിക്കാം ഡെഫിനിഷൻ, കാരണം അവിടെ പേജ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വായിക്കണം. അപ്പൊ ഇതുവരെ ഉള്ളതും വായിക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു ഇവന്റ്സ്. The probability of the event A given that the event B has already occurred. അതിനാണ് തന്നെ നമ്മൾ എന്ത് പറയാ? or the conditional probability of A given B. The conditional probability of A given B എന്ന് പറഞ്ഞാൽ എന്താണ്? The probability of the event A given that the event B has already occurred.
അതിനെ തന്നെ നമ്മൾ എന്ത് പറയാ, അവിടുത്തെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിനോട്ടഡ് ബൈ പി ഓഫ് എ ഗിവൺ ബി ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ്, എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെ എഴുതാം, and is defined as P of A given B is equal to P of A intersection B divided by P of B. P of B not zero. P of B not equal zero ആവട്ടെ, കാരണം ആ ഇവന്റ് നടക്കുന്നുണ്ട് എന്നാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പ്രോബിലിറ്റി ഓഫ് ബി സീറോ ആവില്ല. ഇപ്പൊ നോട്ട് ഈക്വൽ സീറോ ആയിരിക്കും. ബി എന്ന് പറഞ്ഞ ഒരു ഇവന്റ് നടക്കുന്നുണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഒരു പ്രസക്തി ഉള്ളൂ. അപ്പൊ പി ഓഫ് ബി എന്താവണം, നോൺ സീറോ ആണ്. പിന്നെ അതുപോലെ തന്നെ സിമിലർലി the conditional probability of B given A is defined as, conditional probability of B given A is defined as P of B given A, that is equal to എന്താ വരിക, P of സിമിലർലി ഇപ്പൊ നമ്മൾ എ ഗിവൺ ബിന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ പി ഓഫ് ബി ഗിവൺ എന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്താ വരിക, പി ഓഫ് ആയിക്കോട്ടെ, P of B given A is equal to P of A intersection B divided by P of A. P of A not equal to 0. P of A not equal to 0. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റിന്റെ ഡെഫിനേഷൻ. അപ്പൊ ഈ ഡെഫിനേഷൻ മാത്രം ഇപ്പൊ എഴുതിയെടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ഞാൻ നോട്ട്സ് തരുമ്പോൾ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. എന്താണ് കണ്ടീഷണൽ പ്രോബിലിറ്റി, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ ഡെഫിനേഷൻ മാത്രം എഴുതിയെടുക്കുക. ഇതിലുള്ള കുറച്ച് റിമാർക്സ് ആണ്. ഈ റിമാർക്സുകൾ എഴുതിയെടുത്തോളൂ. റിമാർക്സ്, ഫസ്റ്റ് വൺ, ഫോർ P of P greater than 0, P of A given B less than or equal to P of A. അതായത് സിൻസ് P of P greater than 0, P of P എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ P of A given B നമുക്ക് എങ്ങനെ പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A ഇന്റർസെക്ഷൻ, P of A given, ഒരു മിനിറ്റ്, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടോ സംശയം. P of A given B less than or equal to P of A intersection B എന്നല്ല വരിക. P of A intersection B ആയിട്ട് ഇവിടെ വരിക. ടെക്സ്റ്റിലും കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അതായത് നമുക്ക് P of A given B എന്തായിരുന്നു, P of A intersection B ഡിവൈഡഡ് ബൈ P of B എന്നല്ലേ. അപ്പൊ ഈ P of B എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പോൾ ഈ എ ഇന്റർസെക്ഷൻ ബിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതൊരു മിസ്റ്റേക്ക് ആണ്, നോക്കട്ടെ ഒരു മിനിറ്റ്. ഞാനൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പറയട്ടെ. ഇവിടെ P of A തന്നെയാണ്, P of A ഇന്റർസെക്ഷൻ ബി ആകുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാ വരിക. പക്ഷെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A തന്നെയാണ്. P of A given B is ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A തന്നെയാണ്. അത് ഞാനൊന്ന് നോക്കട്ടെ. P of A given B is ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയട്ടോ. ഇപ്പൊ തൽക്കാലം അതിങ്ങനെ എഴുതിയെടുത്തോളൂ. ഇതിന്റെ പ്രൂഫ് ഞാൻ പറയാം. അതിപ്പോ ഞാൻ എഴുതിയില്ലേ, P of P greater than 0, P of A given B
ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ്. അപ്പൊ ഞാൻ അതിന്റെ പ്രൂഫ് ഞാൻ നോക്കട്ടെ, അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. പിന്നെ രണ്ടാമത്തെ റിമാർക്ക് എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ ബി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഈസ് നോട്ട് ഡിഫൈൻഡ് എപ്പോഴും ഡിഫൈൻഡ് ആവാതിരിക്കുക? പി ഓഫ് ബി 0 ആകുമ്പോൾ. കാരണം പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ്. പി ഓഫ് ബി 0 ആയാൽ ഡിവിഷൻ ബൈ 0 വരും, അത് പോസിബിൾ അല്ല. അപ്പൊ പി ഓഫ് എ ഗിവൺ ബി ഇസ് നോട്ട് ഡിഫൈൻഡ് ഇഫ് പി ഓഫ് ബി ഈക്വൽ ടു 0. പിന്നെ പി ഓഫ് ബി ഗിവൺ ബി എന്താ വരിക? പി ഓഫ് ബി ഗിവൺ ബി, പി ഓഫ് ബി ഗിവൺ ബി എന്താ വരിക? അത് പി ഓഫ് ബി ഇന്റർസെക്ഷൻ അല്ലെ, എക്ക് പകരം ബി. അപ്പൊ പി ഓഫ് തേർഡ് റിമാർക്ക് പി ഓഫ് ബി ഗിവൺ ബി എന്ന് പറയുന്നത് എന്താ വരിക? പി ഓഫ് ബി ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അപ്പൊ നമുക്ക് ബി ഇന്റർസെക്ഷൻ ബി ആണ് പി ഓഫ് ബി തന്നെ വരിക, ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ദാറ്റ്സ് ഈക്വൽ ടു 1 വരും. അപ്പൊ പി ഓഫ് ബി ഗിവൺ ബി ഈസ് ഈക്വൽ ടു 1 ആവും. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം എന്തെങ്കിലും നോക്കാം. കാരണം ഇനി നമുക്കൊരു തിയറാണ്, തിയറം പറയാനുള്ള സമയം കാണുന്നില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയണമെങ്കിലും കുറച്ച് തിയറംസ് പറയണം. തിയറംസ് കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് നമുക്ക് പറയാം. ഇനി എന്തായാലും 10 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് ആ തിയറാണ് പറയാം, എന്നാ പിന്നെ അത് കഴിയും. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ റിമാർക്ക് അവിടെ വെക്കട്ടെ, ഞാൻ അതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്നുള്ളൊരു ധാരണയിൽ നിൽക്കുക. പക്ഷെ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ അത് തിരിച്ചല്ലേ ഒരു ഇൻഇക്വാളിറ്റി. ഇവിടെ നോക്കുക, തിയറം. അപ്പൊ ഈ തിയറം എഴുതിക്കോളൂ കേട്ടോ. തിയറം for a fixed b എന്ന് പറഞ്ഞ ഒരു ഇവന്റ്, ഫിക്സഡ് ബി വിത്ത് പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0, പി ഓഫ് എ ഗിവൺ ബി ഈസ് എ probability function or probability measure. അപ്പൊ എന്താ പറഞ്ഞത്? ഫോർ എ ഫിക്സഡ് ബി വിത്ത് പി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0, പി ഓഫ് എ ഗിവൺ ബി ഈസ് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി മെഷർ. അപ്പൊ നമ്മള് ഒരു ഫംഗ്ഷൻ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു ഫിക്സഡ് ബി ആണ്. ബി അവിടെ ഫിക്സഡ് ആണ്, ബി ചേഞ്ച് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി ഈസ് എ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? നമ്മൾ ആക്സിമാറ്റിക് ഡെഫിനിഷനിലെ 3 ആക്സിയവും ഈ പി ഓഫ് എ ഗിവൺ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അതാണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിയില്ലേ? എഴുതാത്തവർ പറയണം കേട്ടോ, എഴുതിയിട്ടില്ല ഒന്നും കൂടി കാണിക്കണേന്ന് പറയണം. അങ്ങനെ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ ഇത് പ്രൂഫിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണമെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി നമ്മുടെ പ്രോബബിലിറ്റിന്റെ 3 ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. അപ്പൊ ഇവിടെ ബി ഫിക്സഡ് ആണ്, എയിലാണ് നമുക്ക് ചേഞ്ച് വരിക. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് നിൽക്കേണ്ടത്? ഈ പി ഓഫ് എ ഗിവൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പി ഓഫ് എ ഗിവൺ ബി എടുത്തു. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ്? എ ഇന്റർസെക്ഷൻ ബി പോസിറ്റീവ് ആണ്, കാരണം പ്രോബിലിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും പോസിറ്റീവ് ആണ്, പി ഓഫ് ബിയും പോസിറ്റീവ്. അപ്പൊ ഇത് രണ്ടും അതിന്റെ ഡിവിഷനും തന്നെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അത് ക്ലിയർലി ആണ്. ഇത് പി ഓഫ് എ ഗിവൺ ബി ക്ലിയർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആക്സിയം എന്താവുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എന്തുകൊണ്ടാണ്? കാരണം പ്രോബിലിറ്റി ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ പ്രോബിലിറ്റിന്റെ ഫസ്റ്റ് ആക്സിയം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലെ. പ്രോബിലിറ്റിയിൽ ഫസ്റ്റ് അത് രണ്ടും പ്രോബിലിറ്റി ഫംഗ്ഷൻ, സാധാ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് ബി എന്ന് പറയുന്നത് സാധാ പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണ്. അത് ഫസ്റ്റ് ആക്സിയം പ്രകാരം അത് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഡിവിഷനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആയിരിക്കും. സോ പി ഓഫ് എ ഗിവൺ ബി എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
ഇനി രണ്ടാമത്തത് എക്ക് പകരം എസ് കൊടുക്കുമ്പോൾ നമുക്ക് 1 കിട്ടണം. നമ്മുടെ രണ്ടാമത്തെ ആക്സിയം എന്തായിരുന്നു? പി ഓഫ് എസ് 1 ആണ് എന്നാണ്. അപ്പൊ ബി ഇവിടെ ഫിക്സഡ് ആണ്. അപ്പൊ എ എസ് ആവുമ്പോൾ അപ്പൊ എസ് ഗിവൺ ബി ആണ് വരിക. അത് 1 ആണെന്ന് കാണിക്കണം. പി ഓഫ് എസ് ഗിവൺ ബി എന്താ വരിക? പി ഓഫ് എസ് ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് വരും. പി ഓഫ് എസ് ഇന്റർസെക്ഷൻ ബി എന്താ വരിക? എസ് അല്ലേ വലിയ സെറ്റ്, ബി അതിന്റെ സബ്സെറ്റ്, അത് ബി തന്നെ വരിക. എസ് ഇന്റർസെക്ഷൻ ബി ബി തന്നെ വരിക. നമുക്ക് പി ഓഫ് ബി തന്നെ കിട്ടും. പി ഓഫ് ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പൊ പി ഓഫ് എസ് ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എസ് ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എസ് ഇന്റർസെക്ഷൻ ബി ദാറ്റ് ഇസ് എസ് ഇന്റർസെക്ഷൻ ബി എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. അപ്പൊ പി ഓഫ് എസ് ഇന്റർസെക്ഷൻ ബി എന്ത് വരും? പി ഓഫ് ബി എന്ന് വരും. ഡിവൈഡഡ് ബൈ പി ഓഫ് ബി പറയുമ്പോൾ ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ അതവിടെ ക്ലിയർലി ഹോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താണ്? മൂന്നാമത്തെ ആക്സിയം ആണ് പറയാനുള്ളത്. മൂന്നാമതിരുന്നു കൗണ്ടബിളി അഡിറ്റീവ് ആണ്. അതായത് രണ്ട് A1 A2 എക്സെട്ര AN എന്ന് പറഞ്ഞാൽ അങ്ങനെ കൗണ്ടബിൾ നമ്പർ ഓഫ് ഡിസ്ജോയിന്റ് സെറ്റ്സ് എടുക്കുമ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. അതിന്റെ പ്രോബിലിറ്റിനെ നമുക്ക് പി ഓഫ് യൂണിയൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ പി ഓഫ് ഓരോ യൂണിയന്റെ പ്രോബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽസിന്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് നമ്മളെ മൂന്നാമത്തെ ആക്സിയം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും നമ്മൾക്ക് അത് കൗണ്ടബിൾ എണ്ണത്തിനും അത് ശരിയാണെന്നാണ് നമ്മൾ ആക്സിയം 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുക രണ്ടെണ്ണത്തിന് ശരിയാണെന്ന് കാണിക്കും. രണ്ടെണ്ണത്തിന് ശരിയാണെങ്കിൽ അതിന് കാരണം പിന്നെ ഒരു കൗണ്ടബിൾ എണ്ണത്തിന് അപ്പോൾ രണ്ടെണ്ണത്തിന് ശരിയാണ് വിചാരിക്കുക. അപ്പൊ മൂന്നെണ്ണത്തിനും ശരിയാവും. കാരണം മൂന്നെണ്ണത്തിന് നമുക്ക് ഒന്ന് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. അതാണ് നമ്മളെ കൗണ്ടബിലിറ്റി ആക്സിയം പറയുന്നത്, മൂന്നാമത്തെ ആക്സിയം പറയുന്നത്. അപ്പൊ ഇനി അപ്പൊ രണ്ടെണ്ണത്തിന് ഓക്കെയാണ്. ഇനി മൂന്നെണ്ണം എടുക്കുക. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടെണ്ണം ആക്കിയിട്ട് എഴുതിക്കൂടാം. പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി രണ്ടെണ്ണം ആക്കിയിട്ട് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി യൂണിയൻ സി എന്ന് എഴുതാം. ഇനി രണ്ടെണ്ണത്തിന് ശരിയല്ലേ, അപ്പൊ ഇതിനെ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് പി പ്ലസ് ഇവിടെ ഇപ്പൊ രണ്ടെണ്ണേ വരുന്നുള്ളൂ. അപ്പൊ രണ്ടെണ്ണത്തിന് വെഗെയിൻ ശരിയാണ്. അപ്പൊ പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. അപ്പൊ രണ്ടെണ്ണത്തിന് ശരിയാണെങ്കിൽ കൗണ്ടബിൾ നമ്പറിനെ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ രണ്ടെണ്ണത്തിന് ശരിയാണെങ്കിൽ കൗണ്ടബിൾ നമ്പറിന് ശരിയായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ രണ്ടെണ്ണത്തിന് മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ. അത് ക്ലിയർലി ഹോൾഡ് ചെയ്യും. അപ്പൊ അത്ര മാത്രം പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ പിരിച്ച് കൊണ്ടുപോകാൻ പറ്റും. രണ്ടെണ്ണാക്കി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണത്തിന് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പൊ നോക്കുക. അപ്പൊ നമ്മൾ എ ആൻഡ് സി എന്ന് പറഞ്ഞ ഇവന്റ് എടുത്തു. കാരണം ഇവിടെ ബി ഓൾറെഡി ഗിവൺ ആണ്. ബി ഫിക്സഡ് ഇവന്റ് ആണ്. അപ്പൊ അതിന് നമുക്ക് എയും സിയും ആണ് നമ്മൾ എടുക്കുന്നത്. എ ആൻഡ് സി ബി എനി ടു ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പൊ എഴുതിക്കോളൂ ഒപ്പം ഞാൻ പറയാം. ഫോർ എനി ടു ഡിസ്ജോയിന്റ് സെറ്റ്സ് എ ആൻഡ് സി, അല്ലെങ്കിൽ ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താ? പി ഓഫ് എ യൂണിയൻ സി, എന്റെ ഭാഗത്ത് എ യൂണിയൻ സി ഗിവൺ ബി, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതണം. പി ഓഫ് എ ഗിവൺ ബി പ്ലസ് പി ഓഫ് സി ഗിവൺ ബി, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. പി ഓഫ് എ യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് കാരണം ഇവിടെ യൂണിയനും ഇവിടെ ഇന്റർസെക്ഷനും ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും അല്ലെ? കാരണം ഇവിടെ യൂണിയനും ഇന്റർസെക്ഷനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവില് അപ്ലൈ ചെയ്യുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടുക. ഇനി ഇവിടെ ഈ എ ഇന്റർസെക്ഷൻ ബിയും സി ഇന്റർസെക്ഷൻ ബിയും എന്താ? ഡിസ്ജോയിന്റ്. കാരണം എയും സിയും ഡിസ്ജോയിന്റ് അല്ലേ? അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയും സി ഇന്റർസെക്ഷൻ ബിയും എന്ത് തന്നെയായിരിക്കും? ഡിസ്ജോയിന്റ് ആയിരിക്കും. അപ്പോ അതൊന്ന് കാണിക്കാണെങ്കിൽ എന്തായാലും ഡിസ്ജോയിന്റ് ആണെന്ന് പിന്നെ കാണിക്കാം. അപ്പൊ അത് ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് എങ്ങനെ? പി ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് സി ഇന്റർസെക്ഷൻ ബി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോ പേജ് കുറവാണ്. അപ്പൊ ഓരോന്ന് ഇങ്ങനെ മാച്ച് എഴുതണം, അല്ലെങ്കിൽ അത് വായിക്കാനാണ് സമയം പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇന്റർസെക്ഷൻ ബി, അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് സി ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? എ ഇന്റർസെക്ഷൻ ബിയും സി ഇന്റർസെക്ഷൻ ബിയും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി
divided by P of B plus P of C intersection B divided by P of B എന്ന് എഴുതാം. ഇനി P of A intersection B divided by P of B എന്ന് പറഞ്ഞാൽ എന്താ? P of A given B അല്ലേ? ഇനി ഇതോ P of plus P of C given B. അപ്പൊ നമ്മളിപ്പോ എവിടുന്നാ തുടങ്ങിയത്? P of A union C given B is equal to ഇപ്പൊ എന്ത് കിട്ടി? P of A given B plus P of C given B കിട്ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതാണ് നമ്മളെ ആക്സിയം 3 പ്രകാരം പറയുന്നത്. അപ്പൊ നമ്മളിത് 2 ഇവന്റ്സിന് എന്താണ് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ പ്രോബിലിറ്റി സാറ്റിസ്ഫൈസ് all the axioms of probability. Therefore, P of A given B is a probability function or probability measure. ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റത്തെ 2 ആക്സിയം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആക്സിയമിന് 2 ഡിസ്ജോയിന്റ് സെറ്റ്സ് എടുക്കുക. എന്നിട്ട് അതിന്റെ യൂണിയൻ കണ്ട് ഇതുവരെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഇത് എഴുതുക. ദാറ്റ് ഈസ് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് കണ്ടീഷണൽ പ്രോബിലിറ്റി സാറ്റിസ്ഫൈസ് all the axioms of probability. That is, conditional probability satisfies all the axioms of probability. Therefore, P of A given B is a probability function or probability measure. Last area. Therefore, P of A given B is a probability function or probability measure. അപ്പൊ ഞാൻ ഔട്ട്സ് അയക്കാൻ അതിൽ എന്തെങ്കിലും നിങ്ങൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രം അത് ശരിയാക്കുക കേട്ടോ. ഇനി ഇതിലുള്ള ഞാൻ പറഞ്ഞില്ലേ എ ഇന്റർസെക്ഷൻ ബി ഇതും ഡിസ്ജോയിന്റ് ആണെന്നുള്ളത്. നമുക്ക് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ചിത്രം വരച്ചിട്ട് കാണിച്ചു തരാം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ ഇത് എ, ഇത് ബി ആണ്. ഇനി നമുക്ക് സി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. സി എന്ന് പറഞ്ഞൊരു സെറ്റ് ഇത് കൂടി കിടക്കുന്നുണ്ട്. അപ്പോ സോറി, ഇവിടെ എയും സിയും ഡിസ്ജോയിന്റ് ആട്ടോ. ഓക്കെ, എയും സിയും ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എ, ഇത് ബി, എയും സിയും ഡിസ്ജോയിന്റ് അല്ല. അപ്പൊ നമുക്ക് ഇവിടെ സി ഇവിടെ വരിക. അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതാ വരിക. സി ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇത്. അത് രണ്ടും ഡിസ്ജോയിന്റ് അല്ലേ? ടച്ച് ചെയ്യണില്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ 2 ഡിസ്ജോയിന്റ് സെറ്റ് ആയതുകൊണ്ട് അതിന് വേറൊരു സെറ്റ് മറ്റുള്ള ഇന്റർസെക്ഷൻ എന്ത് തന്നെ വരിക? ഡിസ്ജോയിന്റ് തന്നെ വരും. So that's all for today. So thank you. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.